ഷാജിദ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് എനിക്കെതിരെ പണിയാൻ നോക്കിയുണ്ടെങ്കിൽ ഷെരീഫിന് ഞാൻ ഒരു പണി കൊടുത്തിട്ടുണ്ട്, ഇനിയുണ്ടെങ്കിൽ അവൻ എന്നെ കണ്ടാൽ പേടിക്കുക അല്ലെങ്കിൽ പേടിച്ചിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇതേ കണക്ക് ഷെരീഫിൻ്റെ ഭാഗത്ത് മറുപടി ഒന്നും വന്നില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഷെരീഫ് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഇതേ കണക്ക് ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിന് മറുപടി ഒന്നും ഇടാത്ത, എന്ത് പറ്റി എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ഷെരീഫ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തനിക്കുണ്ടെങ്കിൽ പിന്നെയും ഇതേ കണക്ക് ഷാജിദയെക്കുറിച്ച് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ തനിക്ക് താല്പര്യമില്ല, ഇനിയുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളോ ടോപ്പിക്കോ ഉണ്ടെങ്കിൽ ഇത് കണക്ക് സംസാരിക്കത്തില്ലെന്ന് തൻ്റെ ഉമ്മയെടുത്ത് വാക്ക് പറഞ്ഞതാണ്. പക്ഷേ പിന്നെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് ഷാജിദ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് കണക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതോടെ തന്നെ ഷാജിദ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് എനിക്കെന്തോ പണിയെന്ന്, അത് കാരണം ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഷാജിദ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അങ്ങനത്തുള്ള ഒരു കുഴപ്പമില്ല, ഞാനിവിടെ ആരെയും പേടിക്കുന്നില്ല, എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് ഒരു കുഴപ്പമില്ലെന്നുള്ള രീതിയിലായിരുന്നു ഷെരീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടെങ്കിൽ ഷാജിദ ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ വന്നിട്ട് താൻ ഡിപ്രഷനിലായിരുന്നു, ഇനി ഇങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇല്ല, ഞാൻ പുതുതായിട്ടൊരു ജീവിതം അല്ലെങ്കിൽ പുതിയ രീതിയിലാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം പോലും ആയില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് കണക്ക് പല കണക്ക് തന്നെ പ്രശ്നങ്ങളായിരുന്നു. ഇത് കണക്ക് എന്നെ ആരും തളർത്താൻ നോക്കണ്ട, എനിക്കെല്ലാം അറിയാം, എനിക്കെതിരെ പണി ചെയ്യുന്നു, എല്ലാവർക്കും ഞാൻ തിരിച്ചു കൊടുക്കുമെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.